പി സി ജോർജിന്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു പരാമർശം മാത്രമാണല്ലോ ക്രിസ്ത്യൻ സമുദായം ഈ കേരളത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം. ബാക്കിയെല്ലാം കൊണ്ട് നമ്മൾ ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്വന്തം സമുദായത്തിലെ 3 പേർ ഒരേപോലെ മത്സരിക്കും. അപ്പോൾ പക്വതയുള്ള ഒരു ആത്മീയ നേതൃത്വം എന്താണ് ചെയ്യേണ്ടത്? ക്ഷമാപൂർവം നിശബ്ദരും നിഷ്പക്ഷരുമായി നിൽക്കുകയാണ് വേണ്ടത്. അതിനു പകരം അതിലെ ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമായി ആത്മീയ നേതാക്കൾ രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെളിവാകുന്നത് അവരുടെ സ്വന്തം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയപരമായി മറുപടി പറഞ്ഞാൽ അതിൽ എങ്ങനെയാണ് തെറ്റ് കണ്ടെത്താനാവുക? പുരോഹിതർ പണി ചെയ്താൽ ഇവിടെ ആരും വിമർശിക്കില്ല. പുരോഹിതർ ആത്മീയ വേല നിർത്തിയിട്ട് രാഷ്ട്രീയ വേലയ്ക്ക് ഇറങ്ങിയാൽ വിമർശിക്കപ്പെടും. മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ടുള്ള ആരും തന്നെ വിമർശനങ്ങൾക്ക് അതീതരല്ല. പി സി ജോർജ് മുൻപ് ഏത് രാഷ്ട്രീയ മുന്നണിയിലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം എവിടെയായിരുന്നപ്പോഴും സഭാ മക്കൾക്ക്, സഭാ സ്ഥാപനങ്ങൾക്ക്, സഭാ നേതൃത്വത്തിന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിനുള്ളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിനൊപ്പം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്വസിദ്ധമായ ശൈലിയിൽ രാഷ്ട്രീയപരമായ കാര്യത്തിന് മറുപടി പറഞ്ഞെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അതിൽ വേദനിക്കുന്നവർക്ക് എന്താണ് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞപ്പോൾ വേദനിക്കാതിരുന്നത്? ഈ കുർബാന അർപ്പണത്തിന്റെ പേരിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന് പറയുന്നത് മാർപ്പാപ്പയ്ക്ക് തുല്യമാണ്. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചപ്പോൾ, അദ്ദേഹത്തെ വെള്ളം നിറച്ച കുപ്പിക്ക് എറിഞ്ഞപ്പോൾ, കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അൾത്താരയിൽ കയറി മർദ്ദിച്ച് ബലിപീഠം മറച്ചിട്ടപ്പോൾ, കർദിനാളിന്റെ കോലം കത്തിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അടിച്ച് നിന്റെ ചെകിള പൊളിക്കുമെന്ന് കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ അപ്പോഴൊന്നും നിങ്ങൾക്ക് വേദനിച്ചില്ലേ? അപ്പോ പി സി ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മെത്രാന്മാരുടെ ജോലി ചെയ്യും. അല്ലാതെ മെത്രാന്മാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിന്റെ പണിയെടുത്താൽ അതേ രീതിയിലുള്ള പ്രതികരണം വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും.